ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് മെഹന്തി വീഡിയോസാണ് കാണിക്കുന്നത്. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇപ്പോൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൈയിൻ്റെ താഴ്ഭാഗത്തായിട്ട് വി ഷേപ്പിലുള്ള 2 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു സ്പൈറൽ വരച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു സ്പൈറലിന് മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ കൂടെ ഹംസ് വരച്ചെടുക്കുക. ഇനി ഈ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ മുകളിലായിട്ട് അടുപ്പിച്ചിട്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഒന്ന് ഡോട്ട്സ് ഇട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യം വരച്ചെടുത്ത വി ഷേപ്പിൻ്റെ രണ്ടാമത്തെ ലൈനിൻ്റെ പുറത്തായിട്ട് ഒരു ലീഫ് വരക്കുക. അതിനുശേഷം ഒരു കുഞ്ഞ് കർവ് ചെയ്ത ലൈൻ വരക്കുക. അതിൻ്റെ എൻഡിലായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ലൈനിൽ മുഴുവനായിട്ടൊന്ന് അടുപ്പിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ ഫ്ലവേഴ്സ് വരച്ചതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് 2 സൈഡിൽ നിന്നും ചെരിഞ്ഞ രീതിയിൽ വരുന്ന 2 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ആദ്യം വരച്ചെടുത്ത പോലെ സ്പൈറൽ വരച്ചിട്ട് ഹംസ് വരച്ചെടുക്കുന്ന ഫ്ലവേഴ്സ് ആ ഒരു സ്പേസിൽ മുഴുവനായിട്ടൊന്ന് വരച്ചെടുക്കുക. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ വരച്ചെടുത്ത ലൈനിലൊക്കെ ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കയ്യിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് വരുന്ന ഗ്യാപ്പിനുള്ളിലായിട്ട് 2 സൈഡിലോട്ടും വരുന്ന രീതിയിൽ ചെരിഞ്ഞ ലൈൻസ് ഗ്യാപ്പിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് കോളങ്ങളാക്കി എടുക്കുക. അതിനുശേഷം ഓരോ കോളങ്ങൾ കൂട്ടിമുട്ടുന്ന ഭാഗത്തും ഒരു ഇൻഡു ചിഹ്നം പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഡോട്ട് ഇട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ടൊന്ന് ചെയ്തെടുത്ത ശേഷം കിട്ടിയ കോളങ്ങളുടെ ഉള്ളിലൊക്കെ സെൻട്രലായിട്ട് ഓരോ ഡോട്ട് വീതം ഇട്ട് കൊടുക്കുക. ഇനി കയ്യിൽ കുറച്ച് ഗ്യാപ്പിട്ട ശേഷം ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഇതുപോലൊന്ന് ഷേപ്പ് അടുപ്പിച്ച് നിൽക്കുന്ന പോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം കയ്യിൽ കിട്ടിയ സ്പേസിൽ ഇതുപോലൊന്ന് ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്പൈറലിൻ്റെ മുകളിലായിട്ട് 4 പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫ്ലവർ ആക്കി എടുക്കുക. ഇനി ആ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് 2 ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴെ കൊടുത്തിട്ടുള്ള ലൈനിൽ നിന്ന് നിൽക്കുന്ന രീതിയിൽ ഇതുപോലൊന്ന് ഒരു കർവ് ചെയ്തിട്ടുള്ള ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഷേപ്പിൻ്റെ മുകളിലായിട്ടും ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി വരുന്ന സ്പേസിൽ വീണ്ടും ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവർ ആക്കി എടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയും ഷേപ്പുകളുടെ ഒക്കെ ഔട്ട്ലൈൻ ഒന്ന് കൂട്ടിയെടുത്തിട്ട് ബാക്കി ഭാഗങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏകദേശം കൈപ്പത്തിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് 2 സൈഡിലോട്ടും ഓരോ ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈൻസ് ഒന്ന് കൂട്ടിയെടുത്ത ശേഷം ഒരു ലെയർ കൂടെ ലൈൻ വീതം ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്ത ഓരോ ഷേപ്പുകളുടെ ഗ്യാപ്പിൽ നിന്നും ഇതുപോലൊന്ന് മുകളിലോട്ടായിട്ട് ഓരോ ലൈൻസ് വീതം വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു സൈഡിലും ഏകദേശം ഒരേ ഗ്യാപ്പ് വരുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി വരച്ചെടുത്ത ലൈൻസിന് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ലീവ്സ് ഒന്ന് അടുപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത സൈഡിലോട്ടായിട്ട് കൊടുത്ത ലൈൻസിലും ലീവ്സ് ഒന്ന് ഇതുപോലെ തന്നെ വരച്ചെടുക്കുക. ചില വീഡിയോസിൽ കാണാറുണ്ട് ഏത് മെഹന്തിയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇന്ന് സിംഗ് മെഹന്തിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് സെല്ലോഫെൻ ഷീറ്റിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചെടുക്കുന്നത്. തുടക്കത്തിൽ വരക്കാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ലീവ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം കയ്യിൽ ഓരോ സ്ക്വയറിനുള്ളിലും വരുന്ന ഗ്യാപ്പിൽ ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഓരോ ഡോട്ട്സ് വീതം ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഡോട്ട്സിന് പകരം കുഞ്ഞു സർക്കിൾസ് വരച്ചിട്ട് അതിന് മുകളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത സൈഡിൽ വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിലും ഹംസ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഫിംഗറിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലൊന്ന് 2 ലൈൻസ് വീതം വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. ഇനി ആ ഒരു സ്പൈറലിന് മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഹംസിന് മുകളിലായിട്ട് ഒരു ലെയർ പെറ്റൽസ് ഒന്ന് ഇതുപോലെ ഷേപ്പ് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുക. ഇനി ഈ ഒരു ഫ്ലവറിനോട് ചേർന്ന് സൈഡിലായിട്ട് അടുത്തൊരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലും ഹംസ് ഒന്ന് വരച്ചിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഫ്ലവേഴ്സ് ഒന്ന് വരച്ചെടുക്കുക. നേരത്തെ ഫിംഗറിലായിട്ട് വരച്ചെടുത്ത ലൈൻസിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് ഇതുപോലൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഒരു കയ്യിൽ മെഹന്തി ഇടാൻ 1 മണിക്കൂറൊക്കെ എടുക്കാറുള്ളൂ. ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ടാണ് ഡിസൈനൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അത് എഡിറ്റ് ചെയ്തിട്ട് 7-8 മിനിറ്റ് ആക്കിയിട്ടൊന്ന് ചുരുക്കിയെടുത്തതാണ്. അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. മെഹന്തി ഡിസൈൻ വരക്കലും ആർട്ട് വർക്ക് ചെയ്തെടുക്കലും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യലും വോയിസ് കൊടുക്കലും ഒക്കെ ഞാനായതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം ഓരോ വർക്കിന് പിന്നിലും എടുക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കറക്റ്റായിട്ട് അങ്ങ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എങ്കിലും മാക്സിമം പറ്റുന്ന പോലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. ഇനി ഫിംഗേഴ്സിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ലൈൻസ് 2 വീതം വരച്ചെടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലൈനിൻ്റെ മുകളിൽ നിന്ന് ഫിംഗറിൽ മുഴുവനായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫിംഗേഴ്സിലും ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന ഫിംഗറിലെ ഗ്യാപ്പിലൊക്കെ 3 ലൈൻസ് ഒന്ന് നീളത്തിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ ലൈനിലും ഇതുപോലെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി 3 ഫിംഗേഴ്സിലും ഇതുപോലെ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തള്ളവിരലിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പൈറൽ വരച്ചിട്ടുള്ള ഒരു ഫ്ലവർ വരച്ച ശേഷം വീണ്ടും ഇപ്പോൾ ഈ ഫിംഗറിലൊക്കെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു കുഞ്ഞു ഡിസൈൻ കൂടെ ഈ ഒരു വീഡിയോൻ്റെ കൂട്ടത്തിൽ കാണാം. അതിനായിട്ട് ഇതുപോലൊന്ന് ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. ഇനി അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു സ്പൈറൽ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 5 സ്പൈറൽസ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് വരച്ചു കൊടുക്കുക. ഇനി വരച്ചെടുത്ത സ്പൈറലിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് വലിപ്പത്തിൽ തന്നെ പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. 3 4 പെറ്റൽസ് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാനിവിടെ ആദ്യം 3 ഫ്ലവേഴ്സ് വരച്ചെടുത്തെങ്കിലും പിന്നീട് എണ്ണം കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ചൂണ്ടുവിരലിൻ്റെ താഴോട്ട് പോകുന്ന രീതിയിൽ കർവ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ലൈനിൽ നിന്ന് ഒരു കുഞ്ഞു സ്റ്റെം വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒരു കുഞ്ഞു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിലൊന്ന് 5 ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ലൈനിൽ ഒരു ലീവ്സ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു കുഞ്ഞു ലൈൻ വരച്ചിട്ട് എൻഡിലായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഫ്ലവേഴ്സും ലീവ്സും ഒന്ന് മാറി മാറിയിട്ട് ആ ഒരു സ്പേസിൽ മുഴുവനായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കൈയിൻ്റെ താഴോട്ടായിട്ടും മുകളിൽ ചെയ്ത പോലെ തന്നെ കർവ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ലൈനിലും മുകളിൽ ചെയ്ത പോലെ തന്നെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ടൊന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെഹന്തി ഒട്ടും വരക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും അതുപോലെ തന്നെ വരച്ച് പഠിക്കുന്ന കൂട്ടുകാർക്കും സിമ്പിൾ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ്. കുറഞ്ഞ എലമെൻറ്റുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഡിസൈൻ വരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ വരച്ച് പഠിക്കാൻ പറ്റും. ഇനി ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ഫ്ലവർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ കൊടുത്ത പോലെ തന്നെ 4ാമത്തെ ഫിംഗറിലോട്ട് പോകുന്ന രീതിയിൽ ഒരു കർവ് ചെയ്ത ലൈൻ വരച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലവേഴ്സ് വരക്കുന്ന ടൈമിൽ ഈ സർക്കിൾ വരച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നതിന് പകരം സ്പൈറൽസ് വരച്ചിട്ട് അതിന് മുകളിൽ പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്പൈറലിന് മുകളിൽ ഡോട്ട്സ് ഇട്ടിട്ടും ചെയ്തെടുക്കാം. ഇനി സൈഡിലായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു ലീവ്സും അതുപോലെ തന്നെ കുഞ്ഞു ലൈനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്ന എലമെൻറ്റുകളായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണേ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.